സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ യേശുവിന്റെ കൂടെ കളിച്ച് നടന്നവനല്ലായിരുന്നു, യേശുവിന്റെ കൂടെ ജീവിച്ചവനല്ലായിരുന്നു, യേശുവിനെ ദൈവമെന്ന് കണ്ടവനായിരുന്നു. അവന്റെ ഭവനത്തിൽ വെച്ച് തന്നെ അവൻ മനസ്സിലാക്കി, ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് എൻ്റെ ബാല്യക്കാരന്റെ വിഷയം പറഞ്ഞാൽ അതിന് ഒരു മറുപടി ഉണ്ടാകുമെന്ന് അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. യേശുവിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടുകൂടി അവൻ വന്നപ്പോൾ യേശു പറയാണ്, ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ശതാധിപൻ പറയാണ്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്ക് യോഗ്യതയില്ല, പക്ഷേ നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര 1000 പ്രാവശ്യം വാക്കുകൾ കേൾക്കുന്നു? നമ്മൾ എത്ര 1000 പ്രാവശ്യം നമ്മൾ തന്നെ ഉച്ചരിക്കുന്നു? ഈ വയസ്സിനോട് ഇടയിൽ നമ്മൾ ഓരോരുത്തരും എത്ര പ്രാവശ്യം ഈ വചനം ഓരോ പ്രാവശ്യം കേൾക്കുകയും വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു? മക്കളെ, ഇത് വളരെ സിമ്പിളാണ്. എന്താണെന്നറിയാമോ? റിലീജിയൻ നമ്മളെ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ഞാൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ 3-4 പേര് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സഹോദരിക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ വേറൊരു ബുക്കിനകത്തിൽ ഗ്രീക്കിൽ വായിച്ചു, അത് മനസ്സിലാക്കി, ഗ്രീക്കിൽ കൂടി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്, ഒറിജിനലിന്റെ അവിടുന്ന് ഇങ്ങനെ എടുത്തു, അങ്ങനെ എടുത്തു എന്നൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനകത്തൊക്കെ എന്താ എഴുതിയിരിക്കുന്നത്? അവരവിടെ അന്യഭാഷയിൽ പറഞ്ഞപ്പോൾ അനേക ആൾക്കാരുണ്ടായിരുന്നു, അവരവരുടെ ഭാഷയിലാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞു അവരവരുടെ ഭാഷയിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു. ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ആ സഹോദരനോട് തന്നെ ഞാൻ ചോദിച്ചു, എത്ര പേരുണ്ടായിരുന്നു അവിടെ? അത് ഒത്തിരി പേരുണ്ടായിരുന്നു. ഏത് രാജ്യക്കാരുണ്ടായിരുന്നു അതറിയത്തില്ല. ഞാൻ പറഞ്ഞ ഒരു കണക്ക് പറ, 1, 2, 3, 4, 5. അപ്പൊ അവർ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നമ്മളൊന്ന് വായിച്ചു നോക്കിയേ അവിടോട്ട്. ദൈവമക്കളെ, അവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റോങ് ടീച്ചിങ്ങിൽ നിന്ന് വരുന്നത്. അന്ന് ആകാശത്തിനുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തർ സംസാരിച്ച അത് നമ്മുടെ ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ഓക്കെ, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന് റോങ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്താണ് കേട്ടിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, സഹോദരി, അവിടെ 120 പേരുണ്ടായിരുന്നു. 120 പേര് 120 ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞെന്നിരിക്കട്ടെ, എന്തോ ഒരു ബഹളമായിരിക്കും. ആർക്ക് മനസ്സിലാകും? ഞാൻ ചൈനീസിൽ പറയുന്നു, മലയാളത്തിൽ പറയുന്നു, വേറൊരാൾ ഹിന്ദി പറയുന്നു, വേറൊരാൾ തമിഴ് പറയുന്നു, വേറൊരാള് വേറൊരു ഭാഷ പറയുന്നു, കർണാടക പറയുന്നു, തെലുങ്ക് പറയുന്നു, വേറൊരാള് അറബി പറയുന്നു, വേറൊരാള് അരാബ്യ ഭാഷ പറയുന്നു, വേറൊരാൾ ഗ്രീക്കിൽ പറയുന്നു, ഒരാൾ ജർമ്മനി പറയുന്നു, ഒരാൾ ഇംഗ്ലീഷിൽ പറയുന്നു, വേറൊരാള് വേറെ നൈജീരിയൻ ഭാഷ പറയുന്നു, വേറൊരാള് കൊറിയൻ ഭാഷ പറയുന്നു, വേറൊരാള് തായ്ലൻഡ് ഭാഷ പറയുന്നു. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കുശുകുശാന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ബഹളമായിരിക്കും. ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. നിങ്ങൾ തന്നെ ചിന്തിച്ചു പോയിക്കേ. എല്ലാവരും പല ഭാഷ പറയുന്നു. 120 പേര് അവർക്ക് 120 ഭാഷ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്നവർക്ക് എന്താ മനസ്സിലാകും? വന്നിരിക്കുന്നവർക്ക് എന്തോ മനസ്സിലാകും? അറബി വന്നോര് എടാ ഇതെന്താ പറ, ഇത് ഈ കിലുകിലുക്കം ബഹളം എന്താണെന്ന് ചോദിക്കത്തുള്ളൂ. അവരെല്ലാം സ്വർഗീയ
അന്യഭാഷയിൽ ഒരു ഭാഷയിലാണ് സംസാരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. കാരണം അവർ ഒരു ഭാഷയിൽ സംസാരിച്ചപ്പോൾ മലയാളി വന്നപ്പോൾ ഞാൻ മലയാളത്തിൽ കേട്ടു, തമിഴൻ വന്നപ്പോൾ തമിഴിൽ കേട്ടു, ഹിന്ദി കർണാടകക്കാരൻ വന്നപ്പോൾ കർണാടകയെ കേട്ടത്, കൊറിയക്കാരൻ വന്നപ്പോൾ കൊറിയൻ ഭാഷ കേട്ടു, ജർമ്മൻകാരൻ വന്നപ്പോൾ ജർമ്മൻ ഭാഷ കേട്ടു, മെക്സിക്കൻ വന്നപ്പോൾ മെക്സിക്കൻ, സ്പാനിഷുകാരൻ വന്നപ്പോൾ സ്പെയിൻ ലാംഗ്വേജ് കേട്ടു, റൊമേനിയക്കാരൻ വന്നപ്പോൾ റൊമേനിയൻ ലാംഗ്വേജ് കേട്ടു, ഇറ്റാലിയൻ വന്നപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് കേട്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പല ഭാഷയിലല്ല പറഞ്ഞത്, ഒരു ഭാഷയിലാണ്, സ്വർഗീയ ഭാഷയിലാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ സ്വന്തം ഭാഷയിൽ. വചനം ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നുണ്ട്. എങ്ങനെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ടല്ല നോക്കേണ്ടത്. നിങ്ങൾ ആ വചനത്തിനകത്തൂടെ നിങ്ങൾ തന്നെ പോകണം. വേറൊരാളുടെ ഭാഷയെ നോക്കരുത്, നിങ്ങളുടെ ഭാഷയിൽ തന്നെ നോക്കണം. ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് ശരിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ തന്നെ ആ വചനം വായിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ചിത്രം ഒന്ന് നോക്കിക്ക്. 100 കണക്കിന് 200 ഭാഷക്കാർ വന്ന് നിൽക്കുന്നു, 120 ഭാഷ കിടന്നു കലിമില 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആർക്ക് മനസ്സിലാകും? അവര് സ്വർഗീയ ലാംഗ്വേജിൽ അവർ സംസാരിച്ചു. ആ ഓരോരുത്തരും വന്നപ്പോൾ അവന്റെ ഭാഷയിലാണെന്ന് സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ ഭാഷക്കുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് നിനക്ക് ദൈവിക ഭാഷ വേണ്ടത്, ദൈവിക ജ്ഞാനം നിനക്ക് വേണ്ടത്, ദൈവിക പരിജ്ഞാനം നമുക്ക് പ്രാപിക്കേണ്ടത്. ഈ സാധിപൻ വന്നപ്പോഴും അവൻ പറയുന്നത് എന്താണ്? നീ ഒന്ന് പറഞ്ഞാ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. യേശു പറയാണ്, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. യേശു പറഞ്ഞത് ഒരു അമേസിംഗ് ആയി. എന്നിട്ട് അടുത്ത വാക്യം നോക്കിയാൽ 11-ാമത്തെ വാക്യം, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. വാ. എന്നിട്ട് യേശു പറയുകയാണ്, സ്വർഗത്തില് ഇന്ന് വേറൊരാള് പ്രസംഗിച്ചപ്പോൾ പറയുന്നത് കേട്ടായിരുന്നു, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒക്കെ പ്രാർത്ഥിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ എങ്ങനെയാണ്? സ്വർഗരാജ്യത്തിൽ പന്തിയിൽ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനും കൂടെ പന്തിയിൽ ഇരിക്കും. ആര്? കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും തെക്കുനിന്നും വടക്കുനിന്നും വരും. ദൈവത്തിന്റെ പുത്രന്മാരോ, ദൈവപുത്രന്മാരോ ഹിതം ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി കർത്താവേ, നിന്റെ ഹിതം എന്താണ്? ഇപ്പൊ ഒന്ന് അറിയിച്ച കൊള്ളാരെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. നോക്കിയേ, ഹിതത്തിന്റെ 12-ാമത്തെ വാക്യം, രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പിതാവിനോട് പോകാൻ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാജ്യത്തിന്റെ പുത്രിപുത്രന്മാരായിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പുറത്ത് കർത്താവ് പറഞ്ഞ ഭാഷ ഭയങ്കര കഠിനമായിട്ടുള്ള ഭാഷ കേട്ടോ. രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്ത് ഇരുളിലേക്ക് തള്ളിക്കളയും. ഇരുട്ടി പോകണോ? അത് വിശ്വസിക്കുന്നു. ഇരുട്ടി പോകണോ? വിശ്വസിക്കുന്നുവോ? രാജ്യത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് തോന്നും സാധാരണ ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഈ മസ്ക ഇട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ലാംഗ്വേജിൽ സംസാരിക്കാൻ എനിക്കറിയത്തില്ല. ആരുണ്ടോ ഇതിനകത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ പറയാൻ, കർത്താവ് പറഞ്ഞതുപോലെ പഠിപ്പിക്കാൻ എനിക്കറിയത്തില്ല. കാരണം കർത്താവ് എന്നെ പഠിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആ സൗഖ്യം വേണ്ടത്, എനിക്ക് ആ സൗഖ്യം വേണ്ടത്. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും അനുഭവിക്കണം. ദൈവത്തിന്റെ നന്മ അനുഭവിക്കണം. ദാവീദ് വിളിച്ചു പറഞ്ഞ പോലെ, ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിന്റെ നന്മ അനുഭവിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ അയ്യോ പറഞ്ഞവർ പറയണം, ഞാൻ സ്വന്തം നിങ്ങളുടെ കണ്ടുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണും. അതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. മറ്റുള്ളവർ എന്ത് പറയട്ടെ? അവർ പറഞ്ഞു, യോബിനെ ഒരുപാട് കുത്തി താഴ്ത്തി പറഞ്ഞു, നീ അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ് പലരും കുറ്റി പറഞ്ഞു. അവിടെ യോബിന് ഒരു നിവർത്തിയില്ല. യോബ് പറഞ്ഞു, നിന്റെ കണ്ടുകൊണ്ടല്ല മക്കളെ കാണാൻ പോകുന്നത്, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഈ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. നോക്കാം, നമുക്ക് അടുത്ത് യേശുവിലും അവന്റെ വചനത്തിലും ആശ്രയിക്കുക. ഇതാണ് നമ്മുടെ വിഷയം.
ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആശ്രയിക്കുന്നത് യേശുവിലും അവന്റെ വചനത്തിലുമാണോ? നിങ്ങൾ ഈ വചനത്തിനകത്തൂടെ വായിച്ചു നോക്കണം. വളരെ സിമ്പിളായിട്ട് വായിച്ചു തുടങ്ങി മനസ്സിലാകത്തക്ക രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നതും യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളതും. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 2-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യത്തിനകത്ത് 12 വരെയുള്ള വാക്യത്തിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഈ ഇത് എൻ്റെ ഒരു പ്രസംഗ വിഷയം തന്നെയാണ്. അത് അധികം നേരം പ്രസംഗിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല, കാരണം അത് ചുരുക്കി നിങ്ങളുടെ മുന്നിലോട്ട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഒരു പക്ഷവാത രോഗി, അവനെ ദൂരത്ത് സ്ഥലത്തു നിന്ന് കൊണ്ടുവരികയാണ്. അവനെ കൊണ്ടുവരുന്നത് 4 പേര് ചുമന്നുകൊണ്ട് വാതുക്കൽ വന്നപ്പോൾ, അവൻ യേശു ഇരുന്ന വീട്ടിൽ വന്നപ്പോൾ ആ വീട് നിറച്ചാളായിരുന്നത് കൊണ്ട് അവനെ അകത്ത് കിടത്താൻ പറ്റിയില്ല. നോക്കണേ, അവിടെ ഒരു മനുഷ്യൻ പോലും അത് മാറിപ്പോലും കൊടുത്തിട്ടില്ല എന്നുള്ള അതിനകത്തിന്റെ സത്യാവസ്ഥ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു പക്ഷപാത രോഗിയെ 4 പേര് പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് പോലും ഈ മനുഷ്യരാരും ഒന്നും മാറിക്കൊടുത്തു പോയില്ല. മലയാളികളുടെ സ്വയം സ്വഭാവം തന്നെയാണ്. മലയാളിയുടെ സ്വയം സ്വഭാവം തന്നെയാണ്, അല്ല വേറെ ആരുടെ സ്വഭാവമല്ല. ഇന്ത്യക്കാരുടെ അവർ മാറിക്കൊടുക്കത്തില്ല. കാരണം നമ്മളെല്ലാം ഈസ്റ്റേൺ കൾച്ചറാ. ഇവിടുത്തെ അതുകൊണ്ട് മാറിക്കൊടുക്കും പാവം കയറി പൊക്കോട്ടതെയായിരിക്കും അല്ലേ? ഇല്ല, കയറി കൊടുത്തില്ല. ഓക്കെ, ഉടനെ വാതുക്കൽ പോലും ഇടമില്ലാതെ പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിക്കായകയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. ഈ മേൽക്കൂര പൊളിച്ച വിശ്വാസം എന്ന് പറഞ്ഞ് ഞാനൊരു പ്രസംഗമുണ്ട്. എന്നെ മേൽക്കൂര പൊളിക്കുന്ന വിശ്വാസം, അതാണ് വലിയ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊളിക്കണം, മേൽക്കൂര തകർക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കി, യേശു ആരുടെ വിശ്വാസമാണ് കണ്ടത്? കൊണ്ടുവന്നവരുടെ. യേശു മുകളിലേക്ക് നോക്കി 4 പേര് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ആ കയർ കെട്ടി ഇങ്ങനെ ഇറക്കുന്ന സീനൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയും. മേൽക്കൂരയൊക്കെ പൊളിച്ചിട്ട് ഒരു പൊടി പോലും യേശുവിൻ്റെ തലയിലോ മറ്റുള്ളവരുടെ ശരീരത്തിലോ വീഴാതെ വളരെ ഭദ്രമായി യാതൊരു ബഹളവും ഉണ്ടാക്കാതെ മേൽക്കൂരയൊക്കെ പൊളിച്ചു മാറ്റിയ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓലപ്പര യാതൊരു ബഹളം ഉണ്ടാകും. അവിടുന്ന് പുഴും പൊടിയും ഒക്കെ താഴെ വീഴും. ഇവരെങ്ങനെ ഇതൊക്കെ പൊളിച്ചതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മേൽക്കൂര പൊളിച്ചെന്നാ പറഞ്ഞത്. അവരുടെ വിശ്വാസം നിങ്ങളൊന്ന് നോക്കണം. ആ വിശ്വാസം യേശു കണ്ടു. യേശു കണ്ടിട്ട് പറയുകയാണ്, മകനെ, ഇവിടെ താഴെ കിടക്കുന്നവരുടെ മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അപ്പോഴത്തേക്ക് ചിലർക്കൊക്കെ പ്രശ്നമായി കഴിഞ്ഞു. ആർക്കാ? പള്ളിക്കാർക്കെല്ലാം പ്രശ്നമായി. വലിയ നീതിമാന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെല്ലാം വലിയ പ്രശ്നമായി. എന്താ അവരുടെ പ്രശ്നം? പാപത്തെ മോചിക്കാൻ നിനക്കാരുടെ അധികാരം തന്നിരിക്കുന്നത്. കാരണം ഇവനൊരു പാപി, അതുകൊണ്ടായി ഇവൻ ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ഇവൻ പാപിയാണെന്ന്. രോഗമായിട്ടുണ്ടെങ്കിൽ ഇത് പാപത്തിന്റെ പരിണത ഫലമാണെന്ന് പറഞ്ഞു നടക്കുന്ന പള്ളിഭക്തന്മാർ. ദൈവമക്കളെ നോക്കേ, ഇവന്റെ രോഗം പാപമാണെന്ന് അവർ പറഞ്ഞു നടക്കുന്നു. യേശു അതുകൊണ്ട് അവന്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. ഇനി അടുത്താണ്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? ഏതാകുന്നു എളുപ്പം? നമ്മൾ ചിന്തിച്ചു നോക്കിയേ.
ഇവര് ചിന്തിച്ചിരിക്കുന്നത്, കാരണം ചർച്ചക്കാരെല്ലാം ചിന്തിച്ചിരിക്കുന്നത് ഇവൻ പാപിയാണ്, ഇവൻ എന്തോ ദോഷം ചെയ്തതാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളല്ല. ഇവന്റെ വീട്ടിൽ അടിക്കടി ഇവന് പ്രശ്നങ്ങളാ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളല്ല? ഇവൻ ഏതോ അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സാധാരണഗതിയിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ആരോടോ ക്ഷമിക്കാനുണ്ട്, അല്ലെങ്കിൽ ആരോടോ എന്തോ പ്രശ്നമുണ്ട്, ഇതെങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നോക്കാം, ഇവനെ പോലല്ലേ ഞാനും, എനിക്കൊന്നും ഇല്ലല്ലോ കുഴപ്പം, അവനില്ലല്ലോ കുഴപ്പം, ഇവനെന്തായി ഉണ്ടായി കുഴപ്പമുണ്ടായത്, എന്തുകൊണ്ടാണ് ഇവന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ? ചിന്തിക്ക്. അങ്ങനെ ചിന്തിച്ചവരോട് യേശു പറയുന്നതാണ്, ഏതാണ് എളുപ്പം? നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറയുന്നത്, പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നത് ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ, അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. യേശു എന്തുകൊണ്ടാണ് ഈ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? അതിന് 2 റീസൺ അവിടെ കാണുന്നുണ്ട്. ഒന്ന് പാപങ്ങളെ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. നിങ്ങൾ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പാപങ്ങളെ മോചിച്ചോന്ന് ഇവര് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവരൊന്ന് മനസ്സിലാക്കണം, പാപത്തിന്റെ പരിണത ഫലമാണ് ഇവൻ കിടക്കുന്നതെന്ന് നിന്റെ ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പാപത്തെ മോചിക്കാനുള്ള ആ അധികാരമുണ്ട് എന്ന് നീ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവ കിടക്കെടുത്തോണ്ട് നടക്കണം. അപ്പൊ ഏതായിരുന്നു എളുപ്പം? പാപം മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നതായിരുന്നു എളുപ്പം. ഇന്ന് എനിക്ക് നിനക്കും പാപം മോചിച്ചു കിട്ടിയിരിക്കുകയാണ്. എന്നിട്ടും രോഗിയായി കിടക്കുവാൻ നിനക്ക് ആവശ്യമില്ല. നീ സൗഖ്യമാകണം. അതാണ് കർത്താവിന്റെ ആവശ്യം. നോക്കണേ, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ഉടനെ അവൻ എഴുന്നേറ്റു, കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. അങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവമക്കളെ, ഇവർ യേശുവിൽ വിശ്വസിച്ചു. ഇനി അടുത്തത് എന്ത് വേണം? ഇവൻ കിടക്ക എഴുന്നേറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം? യേശുവിന്റെ വായിൽ നിന്നും വചനം പുറപ്പെടണം. ആ വചനം പുറപ്പെട്ടപ്പോൾ ഇനി അടുത്ത പടി എന്താണ്? കിടക്ക എടുത്ത് നടക്കണം. നീ കിടക്ക എടുക്കുവാൻ തുടങ്ങുമ്പോഴാണ് അവൻ പറയാണ്, കർത്താവേ, ഞാൻ ഒരുപാട് കാലമായി കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്, എനിക്ക് രോഗിയായിട്ട് കിടക്കുകയാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എഴുന്നേക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നിരുന്നെങ്കിൽ അവൻ എഴുന്നേക്കുമായിരുന്നു. അവൻ പറഞ്ഞപ്പോ തന്നെ അവൻ എന്ത് ചെയ്തു? അനുസരിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം. അതാണ് ഫിയർ ഓഫ് ദ ലോർഡ്. അതാണ് അവനെ ബഹുമാനിക്കുന്നത്. അതാണ് കർത്താവിനെ അനുസരിക്കുന്നത്. അനുസരിക്കാതെ ദൈവത്തെ ഭയക്കുന്നു എന്ന് പറയുന്നത് വെറുതാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരു കർത്താവ് തന്നെ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്തവനോട് നീ വയലിൽ പോയിട്ട് വരാൻ പറഞ്ഞു, എന്തോ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തവനോട് പറഞ്ഞു, അത് പോകാമപ്പാന്ന് പറഞ്ഞു. അവൻ പോയില്ലാതാനും. എന്നാൽ മൂത്തവൻ അവൻ മാനസാന്തരപ്പെട്ട് വയലിൽ പോയിട്ട് വന്നു. കർത്താവ് തന്നെ ചോദിച്ചു, ഇതിൽ ആരാണ് അപ്പന്റെ ഇഷ്ടം ചെയ്തത്? മൂത്തവൻ എന്ന് പറഞ്ഞു. അവൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ടും പോയി ചെയ്തു. അപ്പൊ ആർക്കാണ് ആ പിതാവിനെ ബഹുമാനവും ഭയവും ഉള്ളത്? ആർക്കാണ് പിതാവിനെ ബഹുമാനവും ഭയവുമുള്ളത്? നമ്മൾ ചിന്തിക്കുക. ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടതാണ്. ദൈവമക്കളെ, ബഹുമാനിക്കുന്നവൻ എന്ത് ചെയ്യും? പറയുന്നത് അനുസരിക്കും, പറയുന്നത് ചെയ്യും. Pick up, stand and
എഴുന്നേറ്റ് നടക്കാൻ, ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ നടക്കുന്നു. യേശു പറഞ്ഞു ഇത് ചെയ്യുക, ഞാൻ ചെയ്യുന്നു. ദൈവമക്കളെ, എന്നോട് പ്രവാചകന്മാർ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യേശു തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യാനായിട്ട്, നിന്റെ കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. അതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, എല്ലാവരും ഏൽപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അത് ഞാനാ പറയുന്നു. മനസ്സുള്ളവർ കേൾക്കുന്നു, അനുസരിക്കുന്നു, അനേകർ വിടുതൽ പ്രാപിക്കുന്നു. നമുക്ക് വിടുതൽ വേണോ? യു നീഡ് ടു ഒബേ. നമുക്ക് അനുസരിക്കണം. അവിടെ നടന്നു. ഇനി നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരമാണ് വായിക്കുന്നത്. മാത്യു ചാപ്റ്റർ 8:16. ശ്രദ്ധിച്ച്, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് പുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. എങ്ങനെ? വാക്കുകൊണ്ട്. അപ്പോൾ യേശുവിലും അവന്റെ വാക്കിലും വിശ്വസിച്ചെങ്കിൽ, ആശ്രയിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. നീ ഒരു പക്ഷേ പറയും ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാനത് അംഗീകരിക്കുന്നുണ്ട്. നീ ഒരു പക്ഷെ പറയുന്നുണ്ടായിരിക്കും ഞാൻ വചനത്തിലും വിശ്വസിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് യു ആർ. അതുകൊണ്ടല്ലേ നീ വചനം കേൾക്കുന്നത്, അതുകൊണ്ടല്ലേ നീ വചനം നോട്ടുകൾ എഴുതി നോക്കുന്നത്, വായിക്കുന്നത്, ധ്യാനിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് സൗഖ്യമുണ്ടാകുന്നില്ല? നിന്റെ ആശ്രയം ഏതിലാണ്? യേശുവിലും അവന്റെ വാക്കിലുമാണോ, അതോ നിന്റെ പ്രാർത്ഥനയിലാണോ? പ്രൈസ് ദി ലോർഡ്. ചിന്തിച്ചു നോക്കണം, ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിനകത്ത് യേശു ഒരു കുരുടനെ കാണുന്നു. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ ആര് പാപം ചെയ്തിട്ടായിരുന്നു ഇവൻ? അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ, ജോൺ ചാപ്റ്റർ 9. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചതിന് യേശു, പിന്നെ ആ സംഭാഷണമല്ല, നമ്മൾ നോക്കിയേ. യേശു അവന്റെ കണ്ണില് എന്ത് ചെയ്തു? ഒരു ചേറുണ്ടാക്കി. അത് നോക്കി, അത് മാത്രം ഒന്ന് വായിച്ചേ. അവൻ ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവൻ ഇന്ന് ലോകത്തിലുണ്ട്, എനിക്കും നിനക്കും വേണ്ടി. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്, നിന്റെ വെളിച്ചമാണ്. നിന്നെ പ്രകാശിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ നോക്കിയാട്ടെ, ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. നോക്കിയേ, ഇതിനകത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയർ നടന്നതെന്ന്. അവനല്ല ചോദിച്ചത് എന്നെ സൗഖ്യമാക്കണമെന്ന്. അവൻ ഇതിനകത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. യേശുവിന്റെ ശിഷ്യന്മാര് അവനെ നോക്കിയിട്ട് പറയുകയാണ്. യേശു നിലത്തു തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി. എന്നിട്ട് അവനോട് തന്നെ പറഞ്ഞു, നീ പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഇവൻ എന്തിനാ കഴുകാൻ പോയത് ഇവനറിയാമോ? അതിനോട് പറഞ്ഞിട്ടില്ല അവനോട്. നമ്മൾ ശ്രദ്ധിക്കണം. അവൻ അനുസരിച്ചു, യേശുവിന്റെ വാക്ക് അനുസരിച്ചു. ശതാധിപൻ പറഞ്ഞു, പോകാം, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. അവൻ കണ്ണിൽ പുരട്ടിയപ്പോ തന്നെ അവന് മനസ്സിലായി, ഞാൻ എൻ്റെ കണ്ണ് കാണും. യേശുവിന്റെ വാക്ക് വിശ്വസിച്ചു. അവൻ ശീലോഹാം കുളത്തിൽ പോയി കഴുകി. ദൈവമക്കളെ,
യേശുവിലും അവന്റെ വചനത്തിലും ആശ്രയിച്ച ആ മനുഷ്യന് സൗഖ്യം ഉണ്ടായി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരിലും യേശുവിലും അവന്റെ വചനത്തിലും വിശ്വസിക്കുന്നുവോ, ആശ്രയിക്കുന്നു എങ്കിൽ നിനക്ക് ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ ആയിത്തീരുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കൊള്ളണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. യേശുവിലും അവന്റെ വചനത്തിലും ആശ്രയിക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ഇനി 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാണ്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അപ്പോ അവനെ കൂടാതെ, ആരെ കൂടാതെ? വചനത്തെ കൂടാതെ. നീ കർത്താവിൽ വിശ്വസിക്കുന്നുവോ? യെസ്. എങ്കിൽ അവന്റെ വചനത്തിലും നീ ആശ്രയിക്കണം. നോക്കിയേ, അവന്റെ പ്രത്യേകത, വചനത്തിന്റെ പ്രത്യേകത അതുകൊണ്ടൊന്ന് കണ്ടിട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സദൃശവാക്യം 8-ാം അധ്യായം, അതിന്റെ 1 മുതൽ നിങ്ങൾ വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ മർമ്മം നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രൂപം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രയോജനമുണ്ടാകത്തുള്ളൂ. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആര്? വചനം അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവന് സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പി ആയിരുന്നു. ഞാൻ അവന്റെ അടുക്കൽ ശില്പി ആയിരുന്നു. ആര്? വചനം ശില്പി ആയിരുന്നു. ഇടവിടാതെ അവന്റെ മുൻപിൽ വിനോദിച്ചുകൊണ്ടിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. ഇടവിടാതെ ആരുടെ മുൻപിൽ? ദൈവത്തിന്റെ മുൻപിൽ വിനോദിച്ചുകൊണ്ടിരുന്നു. അപ്പം കർത്താവിന്റെ ഒരു വിനോദമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. വചനത്തിന്റെ ഒരു ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത്. നോക്കണം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ അവന്റെ മുന്നിൽ വിനോദിച്ചു കൊണ്ടിരുന്നു. ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രമോദമാണ് പ്രവർത്തിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രമോദമാണ് ദൈവമക്കളെ പ്രവർത്തിക്കുക എന്നുള്ളത്. വചനത്തിന്റെ ഒരു പ്രമോദമാണ്, വചനത്തിന്റെ ഒരു വിനോദമാണ് പ്രവർത്തിക്കുക എന്നുള്ളത്. അടുത്ത ഭാഗം നോക്കി, 31-ാമത്തെ വാക്യം, അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു. ഇത് കർത്താവിന്റെ വിനോദമാണ്. മനുഷ്യനെ സൗഖ്യമാക്കുക, മനുഷ്യന് വിടുതൽ കൊടുക്കുക, മനുഷ്യർക്ക് പ്രവർത്തിക്കുക, മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതൊരു വിനോദമാണ്. അവന്റെ പ്രവൃത്തിയാണ്, അവൻ ആഗ്രഹിക്കുന്നതാണ്. ഇനിയൊന്ന് നോക്കി, അടുത്തതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ആരോടുകൂടിയ വിനോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോളണം. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടി. അപ്പൊ വചനം പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയാ. യേശുവിലും അവന്റെ വചനത്തിലും ആശ്രയിക്കുക. വചനം ആഗ്രഹിക്കുന്നത് എന്താണ്? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. യേശു ആഗ്രഹിക്കുന്നത് എന്താണ്? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ യേശുവിൽ ആശ്രയിച്ച്, അവന്റെ വചനത്തിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം സൗഖ്യം പ്രാപിക്കുവാൻ? ഒന്നുകൂടെ ചോദിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവനിലും അവന്റെ വചനത്തിലും ആശ്രയിച്ച് സൗഖ്യം പ്രാപിക്കുവാൻ?
അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.